സിസ്റ്റത്തിൽ എൻ്റെ അച്ഛൻ എങ്ങനെയാ ബിഹേവ് ചെയ്യുക, എൻ്റെ അമ്മ എങ്ങനെയാ ബിഹേവ് ചെയ്യുക. വളരുമ്പോൾ 0 to 8 yearsലാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നത്. ആ സമയത്ത് ആ കുട്ടി എങ്ങനെയാണോ ആ കുട്ടിയുടെ ഇമോഷൻസ് സ്റ്റോർ ചെയ്യുന്നത്, ഒരു ഫയലിംഗ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഫയലാണ് ഫാമിലി. അതിൽ ആ ഫാമിലിയിൽ അംഗമാണ് അച്ഛൻ, അമ്മ. അവരെങ്ങനെയാണോ ബിഹേവ് ചെയ്യണം അതാണ് സ്റ്റോർഡ്. ബ്രെയിൻ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് അപ്പുറം കടക്കാൻ ബ്രെയിനിന് അറിയില്ല. ബ്രെയിൻ ഓൾവേസ് വിൽ ട്രാവൽ ഇൻ ഫെമിലിയർ ഫീൽഡ്. അപ്പോൾ ആ കുട്ടി ഒരു കല്യാണം കഴിക്കുന്ന പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എത്തുമ്പോൾ പ്രായമാകുമ്പോൾ ആ കുട്ടി ആക്സസ് ചെയ്യുന്ന ഫയൽ ഏതാ? ഫാമിലി. അവിടെ എൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു, അവിടെ എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു. അപ്പം എൻ്റെ അറിയുന്ന ഫയൽ ഏതാ, എനിക്കറിയുന്ന മെമ്മറി ഏതാ, ഇതാ. അതിലേക്ക് പ്ലഗ് ഇൻ ചെയ്യും. പലരും ഒരു റിലേഷൻഷിപ്പ് കഴിയുമ്പോൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മമാരും അച്ഛന്മാരും ഞാൻ എൻ്റെ അച്ഛൻ തന്നെയാവുന്നു, ഞാൻ എൻ്റെ അമ്മ തന്നെയാവുന്നു എന്ന് പറയുന്നത് ബേസിക്കലി അവരുടെ ഫയൽ, അമ്മ എന്ന് പറയുന്ന ഫയൽ അതാണ്. ഇപ്പം റെഫറൻസ് ഡോക്യുമെന്റിലേക്ക് പോവാണ്. തെറപ്പിയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദ മൊമെന്റ് യു റിയലൈസ് ഐ എം ബിക്കമിങ് മൈ മദർ ഓർ ഐ എം ബിക്കമിങ് മൈ ഫാദർ ഓർ മൈ വാട്ട് എവർ പാർട്ട്ണർ, റിയലൈസ് ചെയ്യുന്നത് അതെൻ്റെ അമ്മയാണ്, അത് ഞാനല്ല. പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് എനിക്ക് ആ ദേഷ്യം വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഓവർ റിയാക്ഷൻ വരുന്നത്, എന്ത് ബോഡിയിൽ നിന്നാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ വരും എല്ലാവർക്കും. ഇപ്പോൾ കുട്ടി പെട്ടെന്ന് വാശി പിടിച്ച ദേഷ്യമൊക്കെ എല്ലാവർക്കും വരും, പക്ഷെ പോസ് ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഓ ഇങ്ങനെയായിരുന്നു എൻ്റെ അച്ഛൻ ചെയ്തത്, ഞാൻ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല.